ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കിരൺ നോക്കുമ്പോഴേക്കും സ്റ്റെഫിനെ കാണും കേട്ടോ. ചായ ഗ്ലാസ് ഒക്കെ പിടിച്ച് നാണം കുടുങ്ങി സ്റ്റെഫി ഇങ്ങനെ വരുവാണ്. കിരൺ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് സ്റ്റെഫീനെ. സ്റ്റെഫി പതുക്കെ നാണം കുടുങ്ങി ആദ്യം ചായ കൊടുക്കുന്നത് നമ്മുടെ പ്രകാശിന്റെ അടുത്തേക്കാണ്. പ്രകാശം വേണ്ട, ആദ്യം പയ്യന് തന്നെ കൊടുത്തു എന്ന് പറയാണ്. അങ്ങനെ ബൈജുക്ക് ചായ കൊടുക്കുന്നുണ്ട്. ബൈജു ചായ എടുക്കാണ്. ശേഷം കിരണിനെ കൊടുക്കുന്നുണ്ട്, പ്രകാശിനെ കൊടുക്കുന്നുണ്ട്. കിരൺ ആ സമയത്ത് സ്റ്റെഫി മേഡം അല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ, ഇത് കിരൺ അല്ലേ ചോദിക്കുമ്പോഴേക്കും അതെ സ്റ്റെഫി മേഡം ആണോ? മീനാക്ഷി, മീനു, അതെ എന്റെ ശരിക്കുള്ള പേര് മീനാക്ഷി എന്നാണ് എന്ന് പറയാണ്. ഓ, അപ്പൊ മേഡം ആയിരുന്നു ബൈജുവിന്റെ? ആ അതെ അതെ. അയ്യോ, കിരണാണ് ഇവിടെ ബൈജുവിന്റെ ഫാമിലി ഫ്രണ്ടും സാറിനൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആ ബൈജു ഇങ്ങനെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. MD കൂടെയാ നിൽക്കണതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, മേഡം ആണ് ബൈജുവിന്റെ പെണ്ണെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. മേഡത്തിനെ കുറിച്ച് ഞാനും എന്റെ വൈഫും മിക്കപ്പോഴും പറയാറുണ്ട്. അല്ല, അന്നൊരു സ്ഥലം കാണിച്ചേ പിന്നെ മേഡത്തിന് ഒരു അറിവും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും സ്റ്റെഫി പറയുന്നുണ്ട്, അതൊന്നും അല്ല കിരൺ, എനിക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചു അത്യാവശ്യമായിട്ട് ചെന്നൈയിലേക്ക് പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയി. മാത്രല്ല കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തിരക്കായി പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓ അങ്ങനെയാണോ? അല്ല, എന്തായാലും മേഡം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിച്ചോ. കാര്യങ്ങളൊക്കെ ബൈജു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മേഡത്തിന്റെ അഭിപ്രായം എന്താന്ന് നോക്കിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ മാസം തന്നെ വിവാഹം നടത്താൻ താല്പര്യം ഉണ്ടെന്ന് പറയാണ്. അപ്പൊ സ്റ്റെഫി പറയുന്നുണ്ട്, കിരൺ, ഞാൻ എന്റെ വീട്ടുകാരുടെ സംസാരിച്ചായിരുന്നു. അപ്പൊ അമ്മയും അച്ഛനും ഈ ആഴ്ച വരുന്നുണ്ട്. ഈ ആഴ്ച വന്നു കഴിയുമ്പോഴേക്കും അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. ശേഷം നമുക്ക് ആലോചിക്കാം എന്ന് പറയണം. അപ്പൊ പ്രകാശൻ ചോദിക്കണ്ട, ആഹാ, കിരൺ മോനെ നേരത്തെ പരിചയമുണ്ടോ ഈ മീനാക്ഷിയുടെ ചോദിക്കുമ്പോ മീനാക്ഷിയായിട്ട് പരിചയമില്ല, സ്റ്റെഫി ആയിട്ടാ പരിചയം. അച്ഛൻ ഓർമ്മയില്ലേ കല്യാണി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു സ്റ്റെഫി മാഡം പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് കാർത്തികയായിട്ട് കൂട്ടിക്കൊണ്ടുപോയപ്പോ വിക്രമിന്റെ ആൾക്കാർ വന്ന് ഉപദ്രവിച്ചു. അന്ന് ഇവരുടെ സ്ഥലമായിരുന്നു അത് എന്ന് പറയാണ്. പ്രകാശിനപ്പോ ഓ മനസ്സിലായെന്ന് പറഞ്ഞിട്ട് സ്റ്റെഫിനൊന്നും നോക്കുന്നില്ല. അപ്പൊ പ്രകാശിനൊരു സംശയം തോന്നും കേട്ടോ. അപ്പോഴേക്കും കിരൺ പ്രകാശിനെ നോക്കുന്നുണ്ട്, പ്രകാശൻ കിരണിനെ നോക്കണം. അവർക്ക് പരസ്പരം ഒരു സംശയമുണ്ട് സ്റ്റെഫിയുടെ അടുത്ത്. അപ്പൊ തന്നെ മാത്രല്ല ആദ്യം തന്നെ പേര് മാറ്റി പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, അവിടെ ആ കുറുപ്പ് എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ വീടാണ് അതെന്ന് കിരണിന് അറിയാലോ. അപ്പൊ സ്റ്റെഫി ആ വീട്ടിൽ കുറെ നാട്ട് നിൽക്കുന്നതെന്നൊക്കെ പറയാനാണ്. അപ്പൊ അതും ഒരു സംശയമായിട്ട് കിരണിന്റെ മനസ്സിലുണ്ട്. ശേഷം പ്രകാശനോട് പ്രകാശൻ പറയുന്നുണ്ട്, ബൈജുവും പെണ്ണൊന്നിനെ സംസാരിക്കുമെങ്കിൽ സംസാരിച്ചോളാൻ പറയാണ്. അങ്ങനെ ബൈജു സ്റ്റെഫിയുടെ സംസാരിക്കാൻ വേണ്ടി റൂമിലേക്ക് പോകാണ്. റൂമിലേക്ക് പോണ സമയത്ത് കിരൺ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ചോദിച്ച് അവിടെ നിൽക്കുന്ന പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, എന്ന് പറഞ്ഞ് നിൽക്കുന്ന പുള്ളിക്കാരത്തി, അപ്പൊ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് സ്റ്റെഫിമാരെ ഇതിന് നല്ല എവിടെയായിരുന്നു, നിങ്ങൾ എവിടെയാണ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ കുറച്ചൊക്കെ അവര് തപ്പിത്തടഞ്ഞ് പറയുമ്പോ തന്നെ കിരണിന് സംശയം തോന്നുന്നുണ്ട്. പിന്നെ അവിടെ വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അവിടെ വെച്ചിട്ടൊന്നും ചോദിക്കണ്ട, വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചിട്ട് ഇനിയിപ്പോ ആ പെണ്ണ് കള്ളം പറയുന്നില്ലെങ്കിൽ വിവാഹം നടത്താം, അല്ലാന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാമെന്ന് തന്നെ കിരൺ വിചാരിക്കണത്. അങ്ങനെ പ്രകാശനും കിരണും പരസ്പരം ഇങ്ങനെ സംസാരിക്കണ്ട. മോനെ എന്തൊരു പ്രശ്നമുണ്ടെന്ന് പ്രകാശൻ ചോദിക്കുമ്പോ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്, എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. കല്യാണിയും കാർത്തിക അന്ന് ഒരു സ്ഥലത്ത് പോയായിരുന്നല്ലോ, കറക്റ്റായിട്ട് അവിടെ വിക്രത്തിന്റെ ആൾക്കാരെത്തിയപ്പോ ഇവര് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോഴും അപകടം പറ്റിയത്. അതുകൊണ്ട് ഇവരിന് കല്യാണിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു പറയാണ്. പ്രകാശം പറയണ്ടേ, എനിക്കെന്തോ ഇവളെ കണ്ടപ്പോ തന്നെ ചെറിയൊരു സംശയം പോലെ തോന്നുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ബൈജു ഒരുപാട് പ്രതീക്ഷയിൽ വന്നതല്ലേ, അവൻ തന്നെ സംസാരിക്കട്ടെ. അവര് ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പാവമാണ് സ്റ്റെഫി എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതൊക്കെ വെറുതെ ആവില്ലേ. അതുകൊണ്ട് ഒരാളെ മുൻകൂട്ടി ഒന്നും പറയാൻ നിൽക്കണ്ട. ഇപ്പൊ ദുഷ്ടന്മാര് പാവങ്ങളും ദുഷ്ടന്മാരാവുന്ന കാലമാണല്ലോ അച്ഛാ. അതുകൊണ്ട് ഇപ്പൊ നമുക്കൊന്നും എന്റെ തീരുമാനം ഒന്നും പറയണ്ടെന്ന് പറയാണ് കിരൺ. ശേഷം ബൈജും സ്റ്റെഫിയും കൂടെ സംസാരിക്കുന്നുണ്ട്. ബൈജുവിനോട് സ്റ്റെഫി പറഞ്ഞിട്ട്, എനിക്ക് എന്തായാലും നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. ഈ മാസം വിവാഹം നടത്തണമെങ്കിൽ ഈ മാസം തന്നെ വിവാഹം നടത്താം. അടുത്ത ആഴ്ച അമ്മയും അച്ഛനും വരുമ്പോഴേക്കും നിങ്ങളുടെ കിരൺ സാറിന്റെ വീട്ടിലേക്ക് ഞാൻ അവരെ പറഞ്ഞേക്കാം. അപ്പൊ അവർക്ക് സംസാരിച്ചിട്ട് എന്താ വെച്ചാൽ തീരുമാനം എടുക്കട്ടെ എന്ന് പറയണം. ബൈജു പറയണ്ട്, ഇത്ര പെട്ടെന്ന് കല്യാണം ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ പെണ്ണിനെ കണ്ടുപിടിച്ചു, പെണ്ണ് കാണൽ കഴിഞ്ഞു, ഇനി വിവാഹ നിശ്ചയം, വിവാഹം എല്ലാം ഒരു മാസത്തിലാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലെന്ന് പറയുമ്പോ സ്റ്റെഫിയും പറയണ്ട്, ഈ നാട്ടിലേക്ക് വന്നപ്പോ ഞാനും വിചാരിച്ചില്ല എന്റെ കല്യാണം എത്ര പെട്ടെന്നൊക്കെ ആകുമെന്ന്. കല്യാണമേ വേണ്ടെന്ന് വിചാരിക്കാനൊക്കെ തീരുമാനിച്ചതായിരുന്നു ഞാൻ. പിന്നെ നിന്നെ കണ്ടപ്പോ എന്തോ മനസ്സിലൊരു സ്പാർക്ക് വീണു. എന്നാ ശരി, ഞങ്ങളെന്നാ ഇറങ്ങട്ടെ പറയാ. ഇത്ര പെട്ടെന്ന് ഇറങ്ങുവാണോ? അതെ, ഇറങ്ങണം. അതെ, അളിയനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞല്ലോ, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കല്യാണിന് ഒറ്റക്കാണ് ഇപ്പൊ അവിടെ വിട്ടേക്കണത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പോകുവാണെന്ന് പറയാണ്. ശരി, എന്നാ ആയിക്കോട്ടെടാ, വീട്ടിലെത്തിയിട്ട് നിങ്ങളുടെ അഭിപ്രായം വിളിച്ചു പറ. അതിനുശേഷം ഞാൻ ഈ ആഴ്ച തന്നെ അമ്മേനെ അച്ഛനെ ഞങ്ങൾ പറഞ്ഞേക്കാന്ന് പറയണം. ശരി എന്നാന്ന് പറഞ്ഞ ബൈജു റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ സ്റ്റെഫി ഫോൺ എടുത്ത് ഗുണ്ടേനെ വിളിക്കുകയാണ്. അവരിപ്പൊ ഇറങ്ങും, അവിടെ തന്നെ നിന്നോളാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ഗുണ്ട അവിടെ അത് മുമ്പിൽ തന്നെ ചെടികൾ വെച്ചിരിക്കുന്ന സൈഡിൽ തന്നെ നിൽക്കുകയാണ്. ഒരു വലിയൊരു കത്തിയുണ്ട് കയ്യിൽ, അതായത് വളരെ വലിയ നീളമുള്ള കത്തിയാണ്. ഒരൊറ്റ കുത്തിയാൽ തന്നെ ശരീരത്തിന്റെ ഇവിടുന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തുക, ആ രീതിയിലുള്ള കത്തിയാട്ടത്. അപ്പൊ അതിങ്ങനെ പിടിച്ചിങ്ങനെ കാത്തിരിക്കുകയാണ്. കിരൺ ഇങ്ങനെ
പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ കിരണും അതുപോലെ തന്നെ ബൈജുവും പ്രകാശനും കൂടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ബൈജു ഇങ്ങനെ ടാറ്റയ്ക്ക് ഇങ്ങനെ കാണിക്കേണ്ട സ്റ്റെഫിനെ നോക്കിയിട്ട് സ്റ്റെഫി ഇങ്ങനെ ടാറ്റ കാണിക്കാണ്. അങ്ങനെ ബൈജു കയറിക്കോ എന്ന് പറയുന്നുണ്ട് പ്രകാശൻ. അങ്ങനെ ബൈജു ആണ് ആദ്യം വണ്ടിയിലേക്ക് കയറുന്നത്. കിരൺ സൈഡ് സീറ്റിലും പ്രകാശൻ ഡ്രൈവർ സീറ്റിലും ഇരിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും കിരണിന്റെ അടുത്തേക്ക് ഒരു ഗുണ്ട പാന് കത്തിയും കൊണ്ട് ഇങ്ങനെ വരുന്നത് പ്രകാശൻ കാണും കേട്ടോ. പ്രകാശൻ കാണുമ്പോൾ തന്നെ പ്രകാശന് എന്ത് ചെയ്യണം എന്നറിയില്ല. പെട്ടെന്ന് തന്നെ കിരണിനെ കുത്തു ഏൽക്കാതിരിക്കാൻ വേണ്ടി പ്രകാശ് കിരണിനെ പിടിച്ച് ഒറ്റ തള്ളുകയാണ്. തള്ളുമ്പോൾ തന്നെ കിരൺ അങ്ങോട്ടേക്ക് മറിഞ്ഞു വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കത്തി മാറി പ്രകാശിന്റെ വയറ്റിലിട്ടാണ് കുത്തിക്കൊള്ളുന്നത്. നല്ല രീതിയിൽ തന്നെ ആഴത്തിൽ തന്നെ കൊള്ളുന്നത് കൊണ്ട് തന്നെ പ്രകാശിന് പെട്ടെന്ന് തന്നെ ഒച്ച എടുക്കാണ്. ആന്ന് പറഞ്ഞ ഒച്ച എടുക്കാണ്. അപ്പൊ തന്നെ കിരൺ വേഗം പ്രകാശിനെ കയറി പിടിച്ചിട്ട് ഏട്ടാ ഒന്ന് വിളിച്ചിട്ട് ഗുണ്ടനെ വിളിക്കുമ്പോഴേക്കും ഗുണ്ട അവിടെ നിന്ന് പരക്കം പാഞ്ഞു പോവാട്ടോ. കിരൺ പെട്ടെന്ന് സ്റ്റെഫിയുടെ മുഖത്ത് നോക്കുമ്പോൾ സ്റ്റെഫിക്ക് ഒരു വല്ലാത്തൊരു നിരാശ പോലെ തോന്നുവാണ്. ഒരു ഷോക്കിംഗ് ഒന്നുമില്ല, ഒരു നിരാശ പോലെ. അപ്പൊ കിരണിന്റെ കാര്യം മനസ്സിലായി. അവർ വിളിച്ചു വരുത്തി കൊല്ലാനുള്ള ഉദ്ദേശമാണ്. അങ്ങനെ കിരൺ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെഫിനെ സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം പ്രകാശിന് പെട്ടെന്ന് ഇങ്ങനെ പൊക്കിയെടുക്കാട്ടോ. പൊക്കിയെടുത്തിട്ട് കാറിലേക്ക് കയറ്റിയാണ്. എന്നിട്ട് വേഗം തന്നെ കിരൺ വണ്ടി ഓടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ തന്നെ പ്രകാശിനെ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയാണ്. കാരണം ആ നല്ല രീതിയിൽ തന്നെ മുറിവുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട് കാര്യം കുറച്ച് സീരിയസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെടുത്തോ ഭാര്യയുടെ അമ്മയെടുത്തോ ഒക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറയണം. അങ്ങനെ കിരണിനാണെങ്കിൽ ഈ കാര്യം ഇങ്ങനെ പറയണോന്ന് അറിയില്ല. ആദ്യം ഈ കാര്യം ലക്ഷ്മി അമ്മയെടുത്താണ് പറയുന്നത്. അപ്പൊ ലക്ഷ്മി അമ്മയെടുത്ത് വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഒരു പ്രശ്നമുണ്ട്. ബൈജുവിനെ പെണ്ണ് കാണാൻ വേണ്ടി ഞാനും അതുപോലെ തന്നെ അച്ഛനും ബൈജുവും കൂടിയിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഗുണ്ടകൾ എനിക്ക് എന്നെ കൊല്ലാൻ വേണ്ടി നോക്കി. ആ സമയത്ത് അച്ഛനാണ് എന്നെ പിടിച്ച് മാറ്റിയപ്പോഴേക്കും അച്ഛനാണ് കുത്തുകൊണ്ടത്. അച്ഛൻ ഇപ്പോ വലിയ സീരിയസ് അവസ്ഥയിൽ ഹോസ്പിറ്റലാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ഈ കാര്യം എങ്ങനെ കല്യാണെടുത്തും കാർത്തികടുത്തൊക്കെ പറയും. ലക്ഷ്മി അമ്മ തന്നെ എല്ലാം പറഞ്ഞിട്ട് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം, കല്യാണിയുടെ അമ്മേനെയും കൊണ്ടുവരണം എന്നൊക്കെ പറയാണ്. ശരി കിരണേ ഞാൻ പെട്ടെന്ന് തന്നെ വരാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മി ആണെങ്കിൽ ഈ കാര്യം ദീപനെ വിളിച്ചു പറയുന്നുണ്ട്. ദീപ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോ കല്യാണി കൂടെ അടുത്തുണ്ടോ? അവളിവിടെ ഉണ്ട്, പൂജാ റൂമിലാണ്. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അവളെന്താ ഈ സമയത്ത് പൂജാ റൂമിലെ എന്തോ മനസ്സിന് വരാത്ത വിഷമം പോലെ എന്തോ അത്യാഹിതം സംഭവിക്കുന്നൊക്കെ മോൾക്കൊരു തോന്നൽ. എങ്കിൽ അത്യാഹിതം സംഭവിച്ചു ദീപേ എന്ന് പറയണം. എന്തൊക്കെയാ ലക്ഷ്മി ചേച്ചി പറയണത്? അതെ അവരിന്ന് പെണ്ണ് കാണാൻ വേണ്ടി പോയിരുന്നല്ലോ. ഉവ് എന്തു പറ്റി? ഈശ്വര എന്റെ കിരൺമോൻ എന്ത് പറ്റി? ബൈജുക്ക് എന്ത് പറ്റി? കിരൺമോനും ബൈജുക്കൊന്നല്ലോ ഒന്നും പറ്റിയത്, പ്രകാശിനെയാണ്. അയാൾക്ക് എന്താ സംഭവിച്ചത്? കിരണിനെ ആരോ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. കൊല്ലാൻ ശ്രമിച്ചപ്പോഴേക്കും പ്രകാശ് കിരണിനെ രക്ഷിക്കാൻ വേണ്ടി തള്ളി മുമ്പിലേക്ക് ഇട്ട് ആ കുത്തുകൊണ്ടത് പ്രകാശിന്റെ വയറ്റിലേക്കാണ്. കുറച്ച് ആഴത്തിലുള്ള മുറിവാണ്. ഹോസ്പിറ്റലിൽ കയറ്റിയെങ്കിലും ജീവൻ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ഇല്ലാത്ത അവസ്ഥയിൽ കിടക്കാണ്. അപ്പൊ മക്കളെയൊക്കെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോണ്ട് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് കിരണിന് ഇത് വിളിച്ചു വരാൻ വല്ലാത്ത ബുദ്ധിമുട്ട്. കാരണം കല്യാണി ഇത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നീ തന്നെ കല്യാണി എടുത്ത് ഈ കാര്യമായിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറയാണ്. സീരിയസ് ആണെന്ന് പറയണ്ട, അച്ഛനെ പെട്ടെന്ന് ഒരു കാലിലെ വേദനയാ പോലെയെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടാ മതി പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് ദീപ ഫോൺ വെക്കുന്നുണ്ട്. കല്യാണിനെ വിളിക്കാണ്. മോളെ കല്യാണി. എന്താ അമ്മേ? മോളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞോ? എന്താ അമ്മേ? അല്ല അച്ഛന്റെ കാലിലെ ചെറിയൊരു വേദന പോലാന്ന്. ആണോ? എന്താ അച്ഛൻ ഇത്ര വേദന? അത് ഓപ്പറേഷൻ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലേ ഡോക്ടർ പറഞ്ഞത്? അറിയില്ല മോളെ, ചില സമയത്ത് ഇങ്ങനെ പഴുക്കാറൊക്കെ ഉണ്ടല്ലോ, അറിയില്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. കിരണും ഉണ്ട്. ആണോ അമ്മേ? സത്യം തന്നെയാണോ? കാലില് തന്നെയാണോ പ്രശ്നം? വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോൾ പേടിക്കൊന്നും വേണ്ട, ഒരു പ്രശ്നമില്ല. എനിക്ക് രാവിലെ മുതൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയായിരുന്നു അമ്മേ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി കല്യാണിയും ദീപനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് കല്യാണി ഞെട്ടിപ്പോണം. തന്റെ അച്ഛൻ മരണാവസ്ഥയിൽ, അതായത് ജീവിക്കോ മരിക്കോ എന്നില്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുന്ന കാണുമ്പോഴേക്കും കല്യാണി ആകെ തകർന്നു പോകാട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.